ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രീ ഫയറിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ കുറേ ആൾക്കാരായിട്ടുണ്ട് ഗായ്സ്. നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്ലി റിക്വസ്റ്റ് അയക്കുമ്പോൾ UID വേണം അയക്കാൻ. പിന്നെ നമ്മുടെ ഈ സാധനം നോക്കട്ടെ, എന്തുകൊണ്ട് നമ്മുടെ ഗിൽഡ്, നമ്മളൊരു പുതിയ ഗിൽഡ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പേരെന്ന് പറഞ്ഞാൽ ഗോഡ്സ് കേരള 1 ലെവൽ 2 ആയിട്ടുള്ള ഗൈസ്. എന്താ പറയാ, ഇതിന്റെ ലീഡറും ഞാനാണ്. അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ അതെല്ലാം മലയാളികളാണ്. നമ്മള് ടീമിൽ മലയാളികൾ മാത്രമേ കളിക്കാറുള്ളൂ. നിങ്ങൾക്ക് എന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ റിക്വസ്റ്റ് ഒക്കെ ഞാനാണ് ടീം ലീഡർ. അപ്പൊ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. നോക്കി കൊടിയൊന്നും കിട്ടത്തില്ല, കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് കയറിയില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റാങ്ക് ഓഫ് ആണ്. CS റാങ്ക് കേട്ടുന്നില്ല തോന്നുന്നല്ലോ, റാങ്ക് CS. അപ്പോൾ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാം. കേട്ടൊന്നുമില്ല, നമ്മൾ ആകെ ചെയ്യുന്നത് ഇതിന്ന് അല്ല, പ്ലാറ്റിന 2 പ്ലാറ്റിന 3 അടിക്കുന്നു. അതും എനിക്ക് ഇനി 2+ കണ്ടു, അതായത് 2 കളി കളിച്ചാൽ 2 സ്റ്റാർ കടപ്പടി. നമ്മൾ ട്രിപ്പിൾ ഷെയറിങ് എടുക്കുന്നില്ല, അതല്ലാതെ സാധാ ഷൂട്ടുണ്ട്, ഹെവി ഷൂട്ട്. അതാണ് കേസ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇനി നേരെ അങ്ങോട്ട് വിടുവാണെ, എവിടോട്ടെങ്കിലും ഒക്കെ അങ്ങ് വിടുവാണ് കേസ്. അപ്പൊ നമ്മള് നേരെ ഈ സൈഡിൽ കൂടെ ഓടിപ്പോയി അടിക്കാനാണ് നമ്മളെ പ്ലാൻ. അവന്മാര് കില്ലൊന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് പോയി അടിച്ച് തീർക്കാം. അയ്യോ, ഞാനാണെങ്കിൽ ഞെക്കിയപ്പോഴേ നമ്മുടെ സൈഡിൽ സ്ക്രീൻ റെക്കോർഡിലാണ്. ഇതിന് മാറ്റി വെക്കട്ടെ, മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പിന്നുണ്ട് ഗൈസ്. നമ്മുടെ പിന്നാലെ വ്യവസ്ഥ വരുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടുപോലില്ല. ഫോണെടുത്ത് വീഴുന്നു, വിവരം തോന്നിട്ട് വീഴ്ത്തിയ എടുത്ത് നിൽപ്പുണ്ട്. കില്ലുമ്മി മൊത്തം മണ്ടക്കുണ്ട്. കേറുന്നുണ്ട്. ഇവിടെ ആണോ ഇനി? ഇല്ല, മണ്ടയ്ക്ക എന്താണ് തീർത്തു. നമ്മളെ ഒരു റൗണ്ട് കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ടാണിത്. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ബെസ്റ്റ് വാങ്ങുന്നതിന് മുമ്പ് വരെ വാങ്ങണ്ടേ. നമ്മൾ ബെസ്റ്റ് വാങ്ങുന്നതിന് രണ്ടൊന്നും വാങ്ങാം. അവന്മാരൊക്കെ അടിയിച്ച് നമ്മൾ കീറും. സൈറ്റ് ഇരിപ്പുണ്ട്, ആ സൈറ്റ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സൈറ്റ് ഡ്രോപ്പ് ചെയ്തില്ല, നമുക്ക് തെറിക്കാം. നമ്മളുടെ പടക്കമാണ് ഇരിക്കുന്നത്, അതായത് M50 M5 കറക്റ്റ് വരുന്നുണ്ട്. എന്തോ നോക്കന്നെ നമ്മുടെ തീപ്പൊരിക്കളി ഇത്രയൊരു അടി തുമ്പു എന്തോ ഒരു പേര്. നമുക്കെന്നാ ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് മാറി നിന്ന് മെഡിക്കറ്റ് അടിക്കാൻ. അവന്മാരൊക്കെ വിക്ടറി അടിച്ചു. ഞാൻ വിക്ടറി ഒന്നും അടിക്കത്തില്ല, ഡിഫീറ്റ് ആവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവന്മാര് വിക്ടറി അടിച്ചു. പരാഫൽ എടുക്കുന്നത്, പരാഫൽ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ലെവൽ 2 ഹെൽമെറ്റ് ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ EP എടുക്കുന്ന ഈ കത്തിച്ചടത്ത് നമ്മൾ കയറി EP എടുക്കുകയാണ്. അവളുടെ ഈ സൈസ് ഇരിപ്പുണ്ട്, ആ സൈസ് ഒന്ന് കിട്ടിയാന്നൊക്കെ ഉള്ളായിരുന്നു. കിട്ടിയില്ല, എന്താ പറയാനാ. അതുകൊണ്ട് അപ്പുറത്ത് ഇരിപ്പുണ്ടത് അവന്മാര്. എന്നെ വിട്ടുന്നു, നമ്മൾ ചാടിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് എടുത്തും പോയി വീണു. നമ്മൾ നേരെ കേറുകയാണ്. പരാജയപ്പെട്ടൊക്കെ കേറണം. ഡാം കയറിയില്ല. ഒരടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അടിക്കാൻ ശ്രമിക്കുമ്പോ ചാടുന്ന വിട്ടാ ഇത് സെറ്റിങ്സ് തന്നെയാണ്. ആ കില്ല് കുമ്മി അങ്ങനല്ല, എന്റെ എല്ലാ കില്ലും നോക്കണ്ട്. എന്റെ മുന്നേ അവൻ എന്തോ അടിയാ, തലയ്ക്ക് മാത്രം അടിക്കുന്നുള്ളൂ തോന്നുന്നു. എന്തോ അടിക്കുന്നേ അവിടെ ഉച്ചാനെ. നമ്മളെ ഉച്ചാന് പൊക്കോങ്ങല്ലേ. ഞാൻ വിചാരിച്ചു ഉച്ചാനെ പൊക്കോങ്ങാന്ന് പറയാൻ മതിയല്ലോ.
നമ്മൾ ഓനോട് അടിച്ചിടും. ഓനോട് അടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ വീതി അച്ഛൻ്റെ ഇതാണ് അച്ഛൻ്റെ ഇത് നമുക്ക് കളഞ്ഞാലോ. അച്ഛൻ നമ്മളെ രക്ഷിച്ചകത്ത് അച്ഛൻ കളയാൻ ശരിയല്ല. ഞാൻ നീച്ചെടുക്കാൻ ശരിയല്ല. പൊട്ടിയിട്ടുണ്ട് വേറെ ഓ അതൊക്കെ നോക്കി കിട്ടിയ ആ ചക്കയായിരുന്നു ചക്ക കൊടുത്തു കറക്റ്റ് തലയ്ക്ക് കിട്ടി. നമ്മൾ പരാക്ക് മാറ്റിട്ട് ഇടവിൽ ഇടുക. ഇടവിയും എടുത്തിട്ടുണ്ട്. റെസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. 2 മഷ്റൂമും അറിഞ്ഞും പറഞ്ഞ എല്ലാം ഞെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിനി കുറച്ച് ഷോയാവും. ഷോ എല്ലാം കഴിഞ്ഞ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചരിക്കുന്നു. നീക്കുന്നു. റിമോട്ട് അടിക്കുക. സ്റ്റാർട്ടാവും. നമുക്ക് അകത്തൂടെ കയറി പോകുന്നത് സാധാ നല്ലത്. അകത്തൂടെ കയറി അങ്ങോട്ട് ചരിക്കുക. ആരുമില്ല. ഷോയാ ഫുള്ള്. ഞാൻ തന്നെ. അവിടെ തീറ്റ കൊടുക്കും. 167 ജമ്പിങ് കൊണ്ട് വെട്ടണം മാറ്റി വെക്കണം. ഞാൻ അടിച്ച സമയം ജമ്പ് അറിയത്തില്ല. തലയ്ക്കായിരുന്നു. തലയ്ക്ക് കൊടുത്തില്ല. അവള് നമ്മൾ ആ അടിക്കാൻ നിൽക്കുന്നു. ഒറ്റയടി കിട്ടി. അവള് നോക്കായിട്ടുണ്ട്. പിങ്ങ ഞാൻ ചാടിയിട്ടൊക്കെ ഇരിക്കുന്നു. അത് ഒരേ സ്ഥലത്ത് എവിടാ ആ റൗണ്ട് അവനെ ഇപ്പോ അടിച്ചു സമ്മതിക്കൂല. ഡെവലപ്പർ നമ്മളിപ്പോ ചത്തേനെ. വീടിച്ചോ ഞാൻ അറിഞ്ഞ പോലും ഇല്ല. എന്ത് ചെയ്യാനാ. നമ്മളല്ല കേട്ടോ ഫസ്റ്റ് വേറെ ഏതോ അടി എന്ന് പറയുന്ന ഏതോ ഒരുത്തര ബാക്കി വായിച്ചില്ല. ഇപ്പൊ വായിക്കുന്നതിനോട് അടിൽ 2J ആണ്. അടിൽ 2J ഫസ്റ്റ് നമുക്ക് എന്തായാലും ഒരു കളിയും കൂടെ പോകുന്നുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ലല്ലേ. ഈ പാറ്റോട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എടുക്കാൻ പറ്റുമോ ഇല്ലടാ. ഇതാണ് നമ്മുടെ ഇമോട്ടോയിലൊക്കെ ഫുള്ളായി. നമുക്ക് ഒരു കളിയും കൂടെ പോകാൻ ആരൊക്കെയോ ഉണ്ട്. എത്ര പേരുണ്ട്. റിന്നിനെ കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഇത് മൊത്തം ആണുങ്ങളുടെ സ്കോറാണ്. ആരും പെണ്ണുങ്ങളില്ല. അതുകൊണ്ട് ഹീറോയ്ക്ക് അടിച്ച കഴിഞ്ഞ സീസണാണോ ഇന്നത്തെ സീസണാണോ ഓർമ്മയില്ല. എന്തായാലും ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. നമ്മളും അടിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം ഹീറോയ്ക്ക്. 2 ഒന്നല്ല 2. ആദ്യമൊക്കെ ഒരെണ്ണം അടിച്ചിട്ടുള്ളായിരുന്നു. 2 ഒരു കാര്യം നിങ്ങള് ലൈക്ക് അടിച്ചിട്ടുണ്ടോ? ലൈക്ക് അടിച്ചിട്ടില്ല ഇപ്പൊ തന്നെ ലൈക്ക് അടി. അപ്പൊ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഇന്ന് അവന് ബാക്കപ്പ് കൊടുക്കുക. മിനാറ്റോ ആണോ നെറുട്ടോന്റെ അച്ഛനെ? മിനാറ്റോ തന്നെ അതാണ് എന്റെ വിശ്വാസം. ഡാമേജ് കിട്ടിയിട്ടില്ല. കിട്ടുമോന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് കണ്ട് ഇവിടെ കൊല്ലോ. രണ്ടുപേരുണ്ടല്ലോ. എന്റെ പേരെന്തോ ഇതിന്റെ പേരൊക്കെ വന്നു. എടാ അത് ടീമേറ്റ് അല്ലേ. ടീമേറ്റ് അപ്പുറത്തേക്ക് പോടാ. അവന് ഞാൻ ടീമേറ്റ് ആണെന്ന് വിചാരിച്ച അവനെ അത്ര ശ്രദ്ധിക്കാതെ. അവൻ ടീമേറ്റ് അല്ലല്ലേ. പള്ളി നോക്കട്ടെ. പക്ഷേ ഇടോ പക്ഷൊന്നും വേണ്ട. ഇനി മടിയായി ഒറ്റ വെട്ടിനോട് പോന്നു. ഇമോട്ടടിക്കുന്നു വള്ളം ചുളിവാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇപ്രാവശ്യം അയ്യോ വാങ്ങാൻ പറ്റില്ല. ഇച്ചിരി പൈസയാവും.
MP5 എടുത്തിട്ടുണ്ട്. ചുമ്മാ ഷോർക്ക് വരുമോ? ഞാൻ ഇത്ര കളിക്കത്ത പോലില്ല. അത് നിങ്ങൾക്കറിയാലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ തുറന്നു ഇതുവഴി അങ്ങോട്ട് ചിരിക്കാം. അയ്യോ പിങ്ങ് ഉണ്ടായിരുന്ന ഒറ്റ പിങ്ങ്. അവന് പിങ്ങ് വന്നേന്ന് അറിയാൻ പോലും ഇല്ല. അടിക്കുന്ന സമയത്ത് പിങ്ങ് വരുന്നില്ല. അത് അതിന് ഒരു നല്ല കാര്യമാണ്. അടിക്കുന്ന സമയത്ത് പിങ്ങില്ലല്ലോ. അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ റെസ്റ്റ് അടിക്കട്ടെ. അവൻ ചാൻസ് ആയോ? എങ്ങോട്ട് പോയി? അവൻ വന്ന വഴിയിലങ്ങോട്ട് നമുക്ക് തിരിഞ്ഞ് അങ്ങോട്ട് ഓടാം. അയ്യോ അവന്മാര് തൂക്കാനാന്ന് തോന്നുന്നു. അവന്മാര് ഭയങ്കര അടി. പോയി അടിയേറ്റി അടിക്കുന്ന അവന്മാര് തലയ്ക്ക് മാത്രം അടിക്കണമെന്ന് തോന്നുന്നത്. രണ്ടുപേരെ ഒറ്റയടിക്ക് നോക്കാക്കി. രണ്ടുപേരുണ്ട്. അവരെടുത്ത് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പോലും കൊണ്ടില്ല കൊച്ചാ. ഇത് മോശമല്ലയോ? കൊണ്ടില്ല. അവിടെ ചറഞ്ഞ് തന്നെ പിന്നെ അടിച്ചു. ഏതോ പേഴ്സാന്ന് തോന്നുന്നു. എന്തൊക്കെയോ പേരൊക്കെ പിറോ പ്ലെയേഴ്സ്. നമുക്കെന്നല്ലേ MIT എടുക്കാം. MIT അപ്പോൾ നമുക്കിവിടെ ഷോയാവാം. ഇല്ല അതുകൊണ്ടിട്ട് മടക്കേറ്റ കൊണ്ടുവരെയായിരുന്നു. തലയ്ക്ക് ഒതുക്കാന്ന് ചാടി വന്നത് തലയ്ക്ക് ഒതുക്കി കൊടുക്കും. ഷീമോനെ നമ്മൾ ഈ കളി എടുത്തു കഴിഞ്ഞു. ഇനിയൊന്നും പറയാനില്ല. നമ്മൾ കളി എടുത്തു. ഭയങ്കര പിന്ന ഫോണൊക്കെ സ്മൂത്താ, പക്ഷെ ഭയങ്കര പിന്ന അച്ഛൻ്റെ ഫോണാണ്. ഇവിടെ ഉപയോഗത്തെ വന്ന് നെറ്റിക്കടിയ ഇതിന്റെ മറ്റേ നമ്മള് അടിച്ച നമ്മളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതായത് MVP നമ്മളാണ്. നമുക്കൊരു MP5 മാറ്റിയിട്ട് നമ്മള് നമ്മുടെ SPD എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇതായിട്ടുള്ളൂ. ആരെങ്കിലും തരുമോ നോക്കാം. ആരെയും തന്നു. തന്നു. താങ്ക് യു ഫോർ ദ തരൽ. അതുകൊണ്ട് സൈസ് കിട്ടാണ്. ചക്കയല്ലല്ലോ. അത് രക്ഷിക്കടാ. എനിക്കൊന്ന് എല്ലാ എണ്ണത്തിനും ഏസ് എടുക്കാൻ പറ്റിയിട്ടാണ്. അതുകൊണ്ടായിരിക്കും ഇതുപോലെ കളിയുന്നത്. സാധാരണ ഞാനൊരു ഏസ് എടുത്തു കഴിഞ്ഞാൽ ടീമേറ്റൊക്കെ ഭയങ്കരമായിട്ട് കളിക്കും ഏസ് എടുക്കാനായിട്ട്. പക്ഷെ ഇത് എന്റെ മൗന് ഷീൻ തന്നെ. ഏസ് എടുത്തോ തന്നെ അവന്മാർ അടിക്കുന്നു. തരയോ അവനെ ഇതടിക്കാൻ അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇപ്പൊ അവൻ ചെറുക്കം പോയി തീർക്കും. എന്തോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തിരിയുമ്പാതി അവൻ നമ്മളെ പൊക്കിയില്ല. നമ്മളെ കയ്യിരിക്കുന്ന ഏറ്റവും പുതിയൊരു സ്കിന്നാണ്. ഭയങ്കര പുതിയതാ. ഇപ്പൊ എങ്ങാണ്ട് ഇറങ്ങിയതാന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ. നമ്മളെന്തായാലും മാക്സ് ആക്കിയിട്ടുണ്ട് വെസ്റ്റും ഹെൽമെറ്റും ഒക്കെ. നമുക്കെന്തായാലും നേരെ വിടാം. തുറന്നിരുന്നു. നമ്മൾ പിന്നെ ഇറ്റാച്ചി ക്ലാനിലെ കേട്ടോ. അതായത് അക്കാട്സുക്കിയിലെ ആളാ. നമ്മളെ വീണ്ടും MVP.
ചെയ്യാനെന്ന് പറയണേ. നിങ്ങൾ റഷ് അടിയാ. നമ്മൾ കോഡ ക്യാരക്ടറാണ് ഇടാറ്. എന്തോ കോഡ ക്യാരക്ടറെ എനിക്ക് എന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. മിക്ക ആൾക്കാർക്ക് കോഡ ക്യാരക്ടർ ഇല്ലാഞ്ഞിട്ട് അത് വർക്കായില്ല ഒരുത്തന്. എന്തോ ഒരുത്തന് വർക്കായില്ലായിരുന്നു. അവനെനിക്ക് വിഷമിക്കായിരുന്നു. ആ സ്നൈപ്പർ റൂട്ടിന് വിഷമമായിരുന്നു അവനക്ക്. പിന്നെ അത് വീണ്ടും അവൻ എങ്ങനെയൊക്കെ ശരിയാക്കിയിരുന്നു. അവന് വർക്കായി സന്തോഷമായി. നമുക്ക് ഇവിടുന്ന് ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് കേറാം. ഒരുത്തനെ അടിച്ച് അടിയില്ല. റഷ് അടിക്കാം. അവൻ വലിയ ജസ്റ്റ് പിരിഞ്ഞു പോയി തട്ടാം. ഓടിച്ചോടി പോടെ ഇനി ഒരു കളിയും കൂടെ ജയിച്ചു എന്നങ്ങ് കരുതിയാൽ മതി. കാരണം ജയിച്ചു എന്ത് വേണം. നമ്മൾ നിറച്ച് റിപ്പയർ കിറ്റും മഷ്റൂമും വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ വെട്ടി നടക്കണ കാലം പാട്ടുന്നില്ല. ചുമ്മാ പാട് നമ്മൾ ഉണ്ടാക്കിയങ്ങ് പാട്ടൊന്നുമില്ല. നമുക്കൊന്നും വെട്ടി നടക്കാം. ആനിമേറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുതിയൊരു സ്കിന്നില്ലേ, ആ സ്കിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല കോഡ ക്യാരക്ടർ ഉപയോഗിക്കാം. ക്യാരക്ടറിന്റെ അബിലിറ്റി ഉപയോഗിച്ച് അങ്ങോട്ട് കയറാം. അവനോളെ മനസ്സിലായി. ഞാൻ പോണ കണ്ടവൻ അവനെടുത്ത് പോയോ? മഹാപ്രഷറാണ്. നാടേക്ക് ഏതൊരുത്തൻ ഇവനെ വള്ളിയിട്ടേക്കുന്നു. അങ്ങോട്ട് വള്ളി എവിടാണല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇവിടെ എനിമയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഇല്ലേ? പിന്നെ എന്താ ഇവിടെ വള്ളി വന്നേ? എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് ഒരുത്തൻ അയക്കുന്നു. ഇവിടെ തല വല്ലതും കിട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്നില്ല. വീണ്ടും കിട്ടുന്നില്ല. അയ്യോ കിട്ടുന്നില്ലേ. അടിച്ചപ്പോഴത്തേക്കും പോയി. അവന്റെ പോയിന്റ് കിട്ടോ? ഇല്ല. അവൻ താട്ടി ചാടട്ടെ. താട്ടി ചാടൂലോ. അവൻ ചാടിയില്ല. അവിടെ പോയിട്ട് എത്തി. അങ്ങനെ നമ്മൾ അക്കാച്ചുബി ക്ലാനിലെ ആൾക്കാർ ഊയിച്ചടിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.